ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്നു. പിന്നെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് അധികം മഴയൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് മഴ വരും പോകും, ആ ഒരു കാലാവസ്ഥയിലാണേ. നാട്ടിലത്തെ അവസ്ഥ എന്താ? ചിലയിടത്ത് മഴയുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് മഴയില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അടുക്കളയോ കുക്കിങ്ങോ പരിപാടിയോ ഒന്നുമല്ല. ആ അടുക്കളയും കുക്കിങ്ങും കണ്ട് നിങ്ങളും മടുത്തിട്ടുണ്ടാവുമല്ലോ. എന്ത് ചെയ്യാനോ, നമുക്കൊരുപാട് വെറൈറ്റികളും ഒരുപാട് വേറെ ഇതൊന്നും കാണിക്കാനായിട്ടില്ല. നമ്മൾ വീട്ടിലിരിക്കുന്നവരല്ലേ, അപ്പോൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതൊന്നുമല്ല കേട്ടോ. 2 ദിവസം മുമ്പ് നമ്മൾ പുറത്തൊന്ന് പോയായിരുന്നു. പുറത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചൊരു അരമണിക്കൂറത്തെ യാത്രയുള്ള ഒരു അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ. ഇവിടുത്തെ അമ്പലമാണ്. അപ്പം അവിടെ പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചേ. അപ്പം അതൊക്കെ ഒന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അമ്പലവും പഴയ ഒരു കൊട്ടാരവും അങ്ങനെ കുറച്ച് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പം വീഡിയോയിലോട്ട് പോയാലോ? അപ്പം വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനങ്ങനെ എല്ലാ വീഡിയോയിലും പറയാറില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും പറയാറില്ല. നമുക്ക് ഇഷ്ടം, ചിലർക്ക് എന്താ പറയുന്നത്, വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടം തോന്നുമ്പോഴല്ലേ അവർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആരെയും നിർബന്ധിച്ച് അതുകൊണ്ട് ഞാനങ്ങനെ പറയാറില്ല. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നത്. എന്തോ ഞങ്ങളുടെ ചെറിയ മോനുണ്ടായ പിന്നെ ഞങ്ങൾ പോയിട്ടേ ഇല്ലെന്ന് വേണം പറയാൻ. കുറേ വർഷങ്ങളായി. അതുവഴി പാസ് ചെയ്ത് പോയാലും നമ്മളങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 7 മണിയായപ്പോൾ തന്നെ, 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് കാളവണ്ടിയും കണ്ടോ, പണ്ടത്തെ ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പോഴും ഇവിടെ അതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. കാളവണ്ടിയും സംഭവങ്ങളൊക്കെ. അപ്പം ഇപ്പോൾ വെണ്ടയ്ക്ക കൃഷിയാണ്, വെണ്ടയ്ക്കയുടെ സീസണാണ്. അപ്പോൾ വെണ്ടയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് അവിടെയൊക്കെ കൃഷികൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ ഇത് ഭവാനി മന്ദിർ എന്നാണ് ഈ അമ്പലത്തിന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ, നേരത്തെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ ഒരു നാട്ടിലൊക്കെ അമ്പലത്തിൽ ചെല്ലുന്നൊരു ഫീലാണ്. നമ്മുടെ നാട്ടിൽ തുലാഭാരം നടത്താനുള്ള ഇതൊക്കെ വെച്ചേക്കത്തില്ലേ, അതുപോലെ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഈ അമ്പലത്തിൽ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ പൂജ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തോ കുടുംബക്കാരുടെ പൂജയോ അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അമ്പലം പണി നടക്കുവാണ്. മെയിനായിട്ടുള്ള അമ്പലത്തിൻ്റെ പണിയൊക്കെ നടക്കും അവിടെ. അങ്ങനെ കല്ലുകളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. അമ്പലം പണിയാനുള്ള കല്ലുകളും സംഭവങ്ങളും ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അമ്പലം പണിയാണെങ്കിലും പൂജ നടക്കും കേട്ടോ. അപ്പം അത്രയും സ്ഥലത്ത് ഒരമ്പലം മാത്രം, മെയിൻ അമ്പലം മാത്രമല്ല, അങ്ങോട്ട് മാറി മാറി ചെറിയ ചെറിയ അമ്പലങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പ്രതിഷ്ഠകൾ ഇങ്ങനെ ഓരോന്നും വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം അതിൻ്റെ ഇപ്പുറത്തുള്ള ചെറിയൊരു കുഞ്ഞമ്പലമാണ് ഇത്. അപ്പോൾ അവിടെയും കയറി നമ്മൾ തൊഴുതു. പിന്നെ മെയിനായിട്ടുള്ളടത്ത് കയറി തൊഴുതു കേട്ടോ. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പൂജാരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴുതിറങ്ങി നമ്മൾ. എന്താ പറയുക, ഇവിടെ നമുക്ക് ചന്ദനമൊന്നും കയ്യിൽ തരാനൊന്നും, നമ്മൾ കുറി തൊടാനായിട്ട് അല്ല, അവർ തന്നെ തൊട്ട് തരും കേട്ടോ. അത് നമുക്ക് നേരെ നെറ്റിയിൽ അല്ല തൊടുന്നത്, ഈ സൈഡിൽ എന്താ പറയുക, നമ്മുടെ ഈ ഈ ചെവിയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ തൊട്ട് തരും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്നെ കാണുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ തൊട്ട് തരും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന സമയത്താണ് കിട്ടിയമ്മ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ അവിടെ എല്ലാം തൊഴുത് കണ്ടിറങ്ങി നമ്മൾ നേരെ കടലിൻ്റെ അങ്ങോട്ട് വന്ന്. കടലിൻ്റെ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പഴയ ഒരു കൊട്ടാരമുണ്ട് കേട്ടോ, പണ്ടത്തെ. ഇങ്ങനെ നീണ്ട് കിടക്കുക. കുറേ, എനിക്ക് തോന്നുന്നു എത്ര ഏക്കറുണ്ടെന്നൊന്നും എനിക്ക് പറയാനറിയത്തില്ല. കുറേ, ആ സ്ഥലത്ത് മൊത്തം ഇങ്ങനെ പണ്ടത്തെ ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരം ഒക്കെ അങ്ങ് ചീത്തയായി, ഒരുപാടങ്ങ് ഇതായി. പക്ഷേ നോക്കാതെയൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ നോക്കി നല്ല രീതിയിലൊക്കെ അതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകും. നല്ല ഭംഗിയുള്ള ഒരു കൊട്ടാരമാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്താ പറയുക, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ബീച്ചാണ്. ഇത് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടുന്ന് നമ്മളങ്ങോട്ട്
നടന്നങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് പുറവശം ബീച്ചാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പേര് ഇരിപ്പുണ്ട് ഈ ബോട്ടിൻ്റെ വലയുടെ പണിയൊക്കെ ചെയ്തുകൊണ്ട്. കാരണം അവിടെ സ്ഥലം ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ അവിടെ ഇരുന്ന് അവർ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് പോകരുത്, കാരണം അത് എപ്പോൾ വേണമെങ്കിലും വീഴാൻ ചാൻസ് ഉണ്ട്, അതുപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കുന്നതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ടാണ് ബീച്ച്. അപ്പം അവിടെ അങ്ങനെ വലിയ ആളുകളൊന്നുമില്ല. ഈ വല പണിയാൻ വരുന്നവരൊക്കെ അല്ലാതെ വേറെ ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വന്ന് അവിടെ കുറച്ച് നേരം. അപ്പോൾ വേറെ 2-3 പേര് ഫാമിലികൾ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പം ഒരാൾ വന്നിട്ട് പറഞ്ഞു കടലിലോട്ട് അങ്ങോട്ട് അടുത്തോട്ടൊന്നും ഇറങ്ങാൻ പോകണ്ട, കാരണം വെള്ളം കയറി കിടക്കുവാന്നൊക്കെ വന്ന് പറഞ്ഞു തന്നു കേട്ടോ. എന്നിട്ട് അവർ പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നമ്മളിലെ സിനിമയിലൊക്കെ കാണത്തില്ലേ, പേടി സ്വപ്നം പോലുള്ള പ്രേതാലയം പോലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചിറങ്ങി ഇങ്ങനെ വന്നു വീട്ടിലോട്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ ചോറുപാട് നമ്മുടെ ആ സൈഡിലൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ അംബാനിയുടെ വീടെന്ന് പറയും. അംബാനിയുടെ വീട് ഇവിടെ ഉണ്ട്. അപ്പം ഈ വീടിനകത്ത് ഞാൻ വീട് കാണിക്കാം. ഈ വരുന്ന അത് എല്ലാ സംഭവം ഉണ്ടെന്ന് പറയുന്നത്, മെഡിക്കൽ കോളേജ്, സ്കൂള്, എല്ലാ സംഭവങ്ങളും കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും വീട്. നമുക്ക് ഇതുവരെ ഇവിടെ ഒന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അവിടെ പാസ് വെച്ച ആളുകൾ കയറുന്നുണ്ട് കണ്ടോ. ഇതാണ് അവിടുത്തെ മെയിൻ ഗേറ്റ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് വരണം. ഇന്ന് നമുക്ക് കയറാനൊന്നും സമയമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് വേറൊരു അമ്പലം കണ്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഞാൻ എവിടെയോ, പാലക്കാടാണോ എന്ന് എനിക്കറിയില്ല, എവിടെയോ ഇങ്ങനൊരു അമ്പലം ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറണമെന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ വന്നു കേട്ടോ. അവിടെ വന്നപ്പോഴത്തേക്ക് സത്യം പറയാൻ അമ്പലം അടച്ചിട്ടിരിക്കുക. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. രാത്രിയൊക്കെ നമ്മൾ അതുവഴി പോകുമ്പോൾ നല്ല ലൈറ്റും വെട്ടവും ഒക്കെ ആ അമ്പലത്തിൻ്റെ അത്ര ഏരിയയിൽ നടുക്കൊരമ്പലം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.